ലഹരിയുടെ ഉപയോഗമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കപ്പെടുന്നു. ഓരോ വ്യക്തികളും ഈ ലഹരിയുടെ അവരുടെ ജീവിതങ്ങളിൽ ഉറ്റ ചങ്ങാതിയായും ഉല്ലാസത്തോടെ ആയിരിക്കുമ്പോൾ ഈ ലഹരി വന്ന് പിടിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. ഈ മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ മനുഷ്യനെ കൊണ്ടെത്തിക്കപ്പെടുന്നത് ഒരിക്കലും തിരിച്ചു കയറുവാൻ കഴിയാത്ത അഗാധമാകുന്ന ഗർത്തത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നത്. ചെറിയ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഉപയോഗിച്ച് തുടങ്ങപ്പെടുന്ന ഈ ലഹരി വസ്തുക്കൾ പിന്നത്തേതിൽ അവനെ വലിച്ച് നാശത്തിൻ്റെ അഗാധത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സംസ്ഥാനം പൂർണ്ണ സാക്ഷരത നേടി എന്ന നിലയിൽ നിലകൊള്ളുമ്പോഴും കൊള്ളിവയ്പ്പിൻ്റെയും കൊലപാതകത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും മദ്യത്തിൻ്റെയും പിടിയിൽപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടത്തിൽ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ 10 വയസ്സ് 12 വയസ്സ് പ്രായമുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട കുഞ്ഞുങ്ങൾ ഈ മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്താകമാനം ഏകദേശം 50 ലക്ഷം പേരാണ് ഓരോ ദിനവും ഈ ഭൂമിയിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വീണ്ടും ഈ ലഹരിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ലാഘവത്തോടെ ഉപയോഗിക്കുന്ന സിഗരറ്റ്, ഇതിലേകദേശം 4000-ഓളം വരുന്ന ലഹരി വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നതായിട്ട് പഠനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിലൊരു രാസവസ്തുവാണ് നിക്കോട്ടിൻ. ഈ നിക്കോട്ടിൻ രാസവസ്തുവിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60 മില്ലിഗ്രാം ഒരു മനുഷ്യ ശരീരത്തിൽ ഈ നിക്കോട്ടിൻ ഇഞ്ചക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പൊടുന്നനവേ മരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. എന്നാൽ ഓരോ സിഗരറ്റിലും ഏകദേശം 2 മില്ലിഗ്രാം നിക്കോട്ടിൻ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കപ്പെടുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആയുസ് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കപ്പെടുന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. മദ്യം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്തിൽ എങ്ങനെയാകുന്നു അവരുടെ ജീവിതം? സാമൂഹികമാകുന്ന ഈ ജീവിതത്തിൽ അവർ എങ്ങനെയാകുന്നു മറ്റുള്ളവർ കാണപ്പെടുന്നത്? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. മദ്യലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അന്തസ് നഷ്ടപ്പെടുന്നു, അഭിമാനം നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. അല്പസന്തോഷത്തിന് വേണ്ടി ഒരുപക്ഷെ ഉപയോഗിക്കുന്ന മദ്യം അവന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നു. ഈ അവസ്ഥകളെല്ലാം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ആത്മഹത്യാ പ്രേരണ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ മനുഷ്യൻ ആത്മഹത്യക്ക് വേണ്ടി തന്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കപ്പെടുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ മദ്യലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്
സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയായിരിക്കാം. എന്നാൽ അതിനെ നിന്നെ കൊണ്ടെത്തിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഒരു കുപ്പി വിഷത്തിലോ ഒരു മുഴ കയറിലോ നിന്റെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. മനുഷ്യനെ സാമ്പത്തികമായും ശാരീരികമായും ആത്മീകമായും ബുദ്ധിപരമായും തകർത്ത് തരിപ്പണമാക്കി അതിപ്പനത്തനത്തിന്റെ താഴത്തെ തട്ടിൽ എത്തിക്കുന്ന ഒരു വിപത്താണ് ഈ മദ്യം, ലഹരി വസ്തുക്കൾ എന്ന് കാണപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കൽ കൂടി ഈ മദ്യത്തെ പറ്റി പറയുമ്പോൾ, മദ്യം ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തൻ്റെ കീശയിൽ നിന്ന് പണത്തെയും തൻ്റെ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെയും തൻ്റെ മക്കളിൽ നിന്ന് പിതാവിനെയും കുടുംബത്തിൽ നിന്ന് സമാധാനത്തെയും ജീവിതത്തിൽ നിന്ന് സന്തോഷത്തെയും ശരീരത്തിൽ നിന്ന് ആരോഗ്യത്തെയും ആത്മാവിൽ നിന്ന് നിത്യജീവനെ നശിപ്പിക്കുന്ന ഒരു വിപത്താണ് മദ്യം, ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് കാണുവാൻ സാധിക്കപ്പെടുന്നു. ലോകപ്രസിദ്ധരായ തത്വചിന്തകന്മാർ, മതനേതാക്കന്മാർ മദ്യത്തെയും ലഹരി വസ്തുക്കളെയും നോക്കി പറയപ്പെട്ട പല വാക്കുകൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആദരണീയനായ ശ്രീനാരായണ ഗുരു ഇപ്രകാരം പറഞ്ഞു: മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, അതാർക്കും കൊടുക്കരുത്. ചിന്തകനായ ഷേക്സ്പിയർ മദ്യത്തിനൊരു പേരിടുവാനിടയായി തീർന്നു, ചെകുത്താൻ. സമൂഹത്തെ മുടിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന, പ്രസ്ഥാനങ്ങളെ മുടിക്കുന്ന, യവനക്കാരുടെ ഭാവിയെ വഴിയാധാരമാക്കുന്ന ചെകുത്താൻ എന്ന പേരാണ് ഈ മദ്യത്തിനിടുവാനിടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ചില വ്യക്തികൾ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ, ഈ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കുവാൻ മത നേതാക്കന്മാർക്കോ സാമൂഹിക പ്രസ്ഥാനത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾക്കോ മാതാപിതാക്കൾക്കോ പോലീസ് അധികാരികൾക്കോ കഴിയാതിരുന്നപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മധ്യേ യേശുക്രിസ്തുവിൻ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലവേ ഇല്ല. ഒരുപക്ഷെ ലഹരിയുടെ അടിമത്വത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ നേടുവാൻ വളരെ ആഗ്രഹം കാണും. എല്ലാ ദിവസവും രാവിലെ ഭവനത്തിൽ നിന്ന് ഉപജീവന മാർഗത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഭാര്യയെ നോക്കി, മക്കളെ നോക്കി പ്രകാരം പറയും: ഞാൻ ഇനി മദ്യപിക്കില്ല, ഞാൻ നല്ല വ്യക്തിയായി കടന്നു വരുമെന്ന് ഒരുപക്ഷെ ആ വാക്കോടെ പറഞ്ഞു പോകുമ്പോൾ വൈകുന്നേരം വീണ്ടും ഈ അവസ്ഥയിലാണ് കടന്നു വരപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ തരുവാൻ ഈ ലോകത്തിൽ കഴിയുന്ന ഒരേ ഒരു നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. ഇത് ലോകത്തിൽ പല വാർത്തകളും നമ്മെ ഭീതിപ്പെടുത്തുമ്പോൾ, നിരാശയിലേക്ക് ആഴ്ത്തുമ്പോൾ ഹൃദയത്തിൽ സമാധാനം നൽകിത്തരുന്ന, ഹൃദയത്തിൽ സന്തോഷം നൽകിത്തരുന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. ഈ സുവിശേഷം ഒരു മതപ്രസംഗമല്ല, മതപരിവർത്തന പ്രസംഗവുമല്ല. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് മാനസാന്തരത്തിന്റെ സുവിശേഷ സന്ദേശമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ യാത്രയ്ക്കൊരു പൂർത്തീകരണമുണ്ട്.
നിങ്ങളെ വലയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ലോകത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നത്തിനും യേശുക്രിസ്തുവിലൂടെ പരിഹാരമുണ്ട്. നിങ്ങൾക്കിവിടെ ആയിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തെ സുവിശേഷത്തിനും സഭകൾക്കും എതിരായി നിന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ ആ കർത്താവിന്റെ സുവിശേഷവുമായി ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഇറങ്ങിച്ചെല്ലുവാൻ അനേക പാപികളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്വത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ യേശുക്രിസ്തുവിലേക്ക് നേടുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തു ഒരു പ്രവാചകനോ ഒരു മതസ്ഥാപകനോ ഒരാശാരി ചെറുക്കനോ അല്ല. കർത്താവായ യേശുക്രിസ്തു പാപ വിമോചകനാണ്, പാപപരിഹാരകനാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാകുന്ന വചനം തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ താനായിരിക്കുമ്പോൾ മാലോഹരെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇവിടെ പല മഹാന്മാർ കടന്നു വരുവാനിടയായിത്തീർന്നു, പല സാമ്രാട്ടുകൾ ഭരിക്കുവാനിടയായിത്തീർന്നു. അവർക്കൊന്നും ഇത് പറയുവാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷകനെന്ന് കാണുവാൻ സാധിക്കപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പുരുഷാരത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായിത്തീർന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നതുപോലെ അല്ല. സമാധാനത്തിന് വേണ്ടി ഒരുപക്ഷെ നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാം, സന്തോഷത്തിന് വേണ്ടി ഒരുപക്ഷെ ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ അല്പമാകുന്ന സമാധാനം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് വീണ്ടും നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണെങ്കിൽ ലഹരി വസ്തുക്കളുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ തരുവാൻ ആ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമത്രേ. ചില മഹാന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പ്രകാരം പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്താണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ആ തൃപ്പാദം കഴുകുമായിരുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. അതുപോലെ പല മഹാന്മാർ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം, മാനവരാശിയെ രക്ഷിക്കുവാൻ കടന്നു വന്ന രക്ഷിതാവെന്ന് പറയുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിന്റെ നിലവിളി എന്ന് പറയുന്നത് സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ദിനപത്രങ്ങൾ വായിക്കുമ്പോൾ, വാർത്താ മാധ്യമങ്ങൾ നാം കാണുമ്പോൾ എന്താണ് കാണപ്പെടുന്നത്? ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, അമ്മമാർക്ക് മക്കളെ കൊണ്ട് സമാധാനമില്ല, അധ്യാപകന് വിദ്യാർത്ഥികളെ കൊണ്ട് സമാധാനമില്ല. ഈ സമാധാനക്കേട് ഒരുപക്ഷെ അവനെ ലഹരി വസ്തുക്കളുടെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അതിൽ നിന്നും വിടിവിപ്പാൻ കഴിവുള്ള ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം. ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നേർച്ച കാഴ്ചകൾ ചെയ്യേണ്ട ആവശ്യമില്ല, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന ഇരിപ്പിലിരുന്ന് കർത്താവായ യേശുവേ എല്ലാ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, അങ്ങ് സത്യ ദൈവമാകുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു തന്ന എനിക്കൊരു സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകിത്തരണമെന്ന് ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടിവിച്ച ദൈവം നിങ്ങളെ വിടിക്കുവാൻ ശക്തനായ ദൈവം അത്രേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറുണ്ടോ? ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു സത്യദൈവമെന്നും നിത്യജീവനെന്നും പല പ്രാവശ്യം പല വാക്കുകളിലൂടെ നാം കേട്ടിരുന്ന വ്യക്തികളായിരിക്കാം. സുവിശേഷ പ്രസംഗങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തു സത്യദൈവമെന്ന് നാം അറിഞ്ഞ വ്യക്തികളായിരിക്കാം.
പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിരിക്കാം. പലപ്പോഴും നാം ഈ അവസ്ഥകളെ പുറംകാലുകൊണ്ട് തട്ടി മുന്നോട്ട് പോകുന്നവരല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും നാം മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. 1914 ഏപ്രിൽ മാസം 22-ാം തീയതി കോടീശ്വരന്മാരുടെ യാത്രയ്ക്കും സുഖവാസത്തിനും വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു കപ്പലാണ് ടൈറ്റാനിക് കപ്പൽ. വളരെയധികം ലാഘവത്തോടെ, വളരെയധികം പ്രൗഢിയോടെ, വളരെയധികം ആധുനിക സൗകര്യങ്ങളോടുകൂടി ഉണ്ടാക്കപ്പെട്ട ഈ കപ്പൽ ഉണ്ടാക്കപ്പെട്ട വ്യക്തി പറഞ്ഞു, ദൈവത്തിന് പോലും ഇതിനെ തകർത്തു കളയുവാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഈ കപ്പൽ യാത്ര ആരംഭിക്കുമ്പോൾ അവിടുത്തെ രാജകുമാരി വന്ന് വെള്ളക്കൊടി മാറി അതിന് യാത്രാനുമതി നൽകുവാനിടയായിത്തീർന്നു. ഏകദേശം 2022 യാത്രക്കാർ, വളരെ സമ്പന്നർ, വളരെ കോടീശ്വരന്മാർ യാത്ര ആരംഭിക്കുവാനിടയായിത്തീർന്നു. ഈ കപ്പലിനെ പറ്റി പഠിക്കുമ്പോൾ പ്ലേ ഗ്രൗണ്ടുകൾ, മദ്യശാലകൾ, നിശാ ക്ലബുകൾ, ഇങ്ങനെ ഒഴുകുന്ന ഒരു കൊട്ടാരമായിരുന്നു ടൈറ്റാനിക്. യാത്ര ആരംഭിച്ച് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കപ്പിത്താന് വയർലെസ് സന്ദേശം ലഭിക്കുവാനിടയായിത്തീർന്നു. മുന്നോട്ട് പോകപ്പെടുന്ന കപ്പലിന്റെ മുന്നിൽ ഒരു മഞ്ഞുമലയുണ്ട്. കപ്പൽ യാത്ര തിരിച്ചുവിടണമെന്ന് ഒരു പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അതിന്റെ മധ്യേ അവരത് വകവയ്ക്കാതെ മുന്നോട്ട് കടന്നു പോകുവാനിടയായിത്തീർന്നു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഈ കപ്പൽ ആ പറയപ്പെട്ട മഞ്ഞുമലയിൽ ഇടിച്ച് 2ആയി പിളർന്ന് സമുദ്രത്തിന്റെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിലേക്ക് തകർന്നു പോകുവാനിടയായിത്തീർന്നു. ഒരുപക്ഷെ മുന്നറിയിപ്പ് കപ്പിത്താനത് ലഭിച്ചപ്പോൾ അതിനെ ഒന്ന് ദിശ മാറ്റി വിട്ടുവെങ്കിൽ സന്തോഷത്തോടെ അവർക്ക് യാത്ര തിരിച്ച സ്ഥലത്തല്ലെങ്കിൽ എത്താമെന്ന് ചിന്തിച്ച സ്ഥലത്ത് പൂർണ്ണമായി എത്താമായിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് അവർ അവഗണിക്കുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മുന്നറിയിപ്പുകൾ കർത്താവായ യേശുക്രിസ്തു ലോകരക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു പാപവിമോചകൻ, മാനവരാശിയുടെ അനുസരണക്കേട് നിമിത്തം കടന്നു വന്ന പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയാതിരുന്നപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായിത്തീർന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഒരു പച്ച മനുഷ്യനായി പാപമൊഴിക സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി ജീവിപ്പാനിടയായിത്തീർന്നു. മാനവരാശിയുടെ വിടുതലിന് വേണ്ടി അവരെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്ന കർത്താവായ യേശുക്രിസ്തു 3 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് ജീവിപ്പാനിടയായിത്തീർന്നു. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം നൽകി, ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം നൽകി, രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ച് കർത്താവായ യേശുക്രിസ്തു നല്ലൊരു ശുശ്രൂഷകനായി ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായിത്തീർന്നു. എന്നാൽ താൻ കടന്നു വന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പാപമില്ലാത്തവൻ 2 കള്ളന്മാരുടെ മധ്യേ ഒരു കള്ളനായി തീരപ്പെടുവാനിടയായിത്തീർന്നു. ആർക്കു വേണ്ടി? നമുക്ക് ഓരോ വ്യക്തികൾക്കും വേണ്ടി. കർത്താവായ യേശുക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ കിടന്ന് എലോഗി എലോഗി ലമാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിടുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു മരിച്ചത്, കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ ചിന്തപ്പെട്ടത് എനിക്കും നിനക്കും വേണ്ടി അത്രേ. ആ കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു. ഈ മുന്നറിയിപ്പ് നീ അവഗണിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിനക്ക് നിത്യമാകുന്ന ഒരു ജീവിതം, നിത്യമാകുന്ന ഒരു സന്തോഷം, നിത്യമാകുന്ന ഒരു സമാധാനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ ഒരു പക്ഷേ അല്പസമാധാനത്തിന് വേണ്ടി നീ ഉപയോഗിക്കുന്ന മദ്യം,
അവസാന വിഷം ചീറ്റുന്ന പാമ്പായി നിന്നെ കൊത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ. കർത്താവായ യേശുക്രിസ്തു നിത്യമാകുന്ന സന്തോഷവും നിത്യമാകുന്ന സമാധാനവും നിത്യമാകുന്ന ആശ്വാസവും നൽകി തരുവാൻ ആ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം അത്രേ. ആ കർത്താവായ യേശുക്രിസ്തു വിഭാവനം ചെയ്ത നിത്യമാകുന്ന സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രാപിപ്പാൻ മലകൾ ചവിട്ടേണ്ട ആവശ്യമില്ല, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് കർത്താവായ യേശുവേ, എല്ലാ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എല്ലാ പാപത്തിലേക്ക്, ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന അവസ്ഥകളിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണമേ. ഞാൻ അങ്ങേ എന്റെ പിതാവും ദൈവവുമായി ആരാധിക്കുന്നു, എനിക്ക് എന്നെ സഹായിക്കണമെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാൻ ഈ പകൽക്കാലം അവൻ ജീവിക്കുന്ന ദൈവമത്രേ. അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ആയിരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവത്തോട് പറയാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഉച്ച കഴിഞ്ഞ സമയത്തിനായ അടികളെ സ്തുതിക്കുന്നു. കർത്താവേ, ദേശത്തിന്റെ മധ്യേ കടന്നു വരുവാൻ സുവിശേഷത്തെ വിളിച്ചു പറയുവാൻ സ്വർഗം ഇടയാക്കിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലായിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നൊരു മോചനം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നൽകി അവർക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും വിഭാവനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കും. തുടർന്ന് കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.